റെസിഗ്നേഷൻ ലെറ്റർ. നിങ്ങളുടെ ഒരു കീ എംപ്ലോയി ഒരു റെസിഗ്നേഷൻ ലെറ്ററുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. എന്തായിരിക്കും പ്രതികരണം? ഭയങ്കര ടെൻഷനായിരിക്കും അല്ലേ? ഈ ടെൻഷൻ ഒരുപാട് അനുഭവിച്ച ആളാണ് ഞാൻ. ഒരുപാട് തവണ തകർന്നു പോയിട്ടുണ്ട്. നമ്മൾ ഭയങ്കര കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ട് പലരോടും പല കാര്യങ്ങളും കമ്മിറ്റ്മെൻറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഇവനെ കൗണ്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ പല കാര്യങ്ങളും കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോഴാണ് റെസിഗ്നേഷനുമായിട്ട് ഒരാൾ വരുന്നത്. ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. ട്രൈ ചെയ്ത് നോക്കൂ, സൂപ്പറാണ്. ഞാൻ ഷമീർ മാക്മില്ലൻ, ദി ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. കഴിഞ്ഞ 25ഓളം വർഷങ്ങളായി മിഡിൽ ഈസ്റ്റിലും ഇന്ത്യയിലുമെല്ലാം നൂറുകണക്കിന് കമ്പനികൾക്ക് കൺസൾട്ടിങ് കൊടുത്ത എക്സ്പീരിയൻസ് ഉള്ള ഒരു സീനിയർ ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. ദീസ് 3 ലെറ്റേഴ്സ് ഇത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. SOP, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. നമ്മളുടെ അടുത്തൊരു എംപ്ലോയി വന്നു കഴിയുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുക, അവരെ പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനൊക്കെ ആയിട്ട്. കുറച്ച് കഴിഞ്ഞിട്ട് അവരുടെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ കാരണങ്ങൾ കൊണ്ടോ ഒരു റെസിഗ്നേഷൻ ലെറ്ററായിട്ട് വന്നു കഴിയുമ്പോൾ അവരങ്ങ് പോകും. കൂടെ അന്ന് വരെ നമ്മൾ പഠിപ്പിച്ച എല്ലാ നോളജും കൂടി അങ്ങ് പോകും. ഈ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല ടൂളാണ് SOP എന്ന് പറയുന്നത്. ഇതെങ്ങനെ ചെയ്യാം എന്നുകൂടി പറഞ്ഞുതരാം. അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ പുതിയൊരാൾ വന്നു കഴിയുമ്പോൾ ആൾക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കുകയാണ്, ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ അയാളോട് ആവശ്യപ്പെടണം, ഓക്കെ, ഞാൻ നിനക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ നീ വൃത്തിയായിട്ട് എഴുതി, വേർഡ് ഡോക്യുമെൻ്റ് ആയിക്കോട്ടെ, എഴുതി എനിക്ക് തിരിച്ച് തരണം എന്ന് പറയാം. അങ്ങനെ തരുന്ന ഫയൽ നമ്മൾ ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യാം. ആ റിവ്യൂ ചെയ്യുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന നേട്ടം എന്ന് പറയുന്നത്, വി ആർ എക്കോയിങ് ബാക്ക് ഫ്രം ദം. അവർ നമ്മൾ പറഞ്ഞതാണോ കേട്ടത്, നമ്മൾ പറഞ്ഞതാണോ മനസ്സിലാക്കിയത് എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. നമ്പർ 1. നമ്പർ 2, നമ്മളത് ഡോക്യുമെൻ്റ് ചെയ്യുക കൂടി ചെയ്യുകയാണ്. ആരെയാണോ നമ്മൾ പഠിപ്പിച്ചത് ആ ആൾ തന്നെ അത് ഡോക്യുമെൻ്റ് ചെയ്യുക കൂടി ചെയ്യാണ്. ആളത് കേട്ടു എന്ന് ഉറപ്പുവരുത്തുകയാണ്. ഈ ഡോക്യുമെൻറ്റേഷൻ ഇവൻ നാളെ നമ്മൾ വിട്ടു പോയാൽ ഈ ഡോക്യുമെൻറ്റേഷൻ പുതിയ വരുന്ന ആളുടെ കയ്യിലേക്ക് എടുത്തു കൊടുക്കുക. അയാളത് വായിച്ചു മനസ്സിലാക്കി എന്നുള്ളത് ഉറപ്പുവരുത്തി ആളെ നമ്മൾ പുതിയ റോളിലേക്ക് ഓൺബോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എളുപ്പമുണ്ടാകും. ഒരുപാട് ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങൾക്കും വരുന്ന കെയോസും ഇതെല്ലാം പോയി പെട്ടെന്ന് തന്നെ പുതിയ വരുന്ന ആൾ ഓൺബോർഡ് ആവാനായിട്ട് നമ്മളത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. 1. രണ്ടാമത്തെ സംഗതി, ഇത് ഒരു ഗൈഡിങ് ലൈറ്റായിട്ട് നിൽക്കും. ഒരു കായലിലെ വിളക്കുമരെന്നൊക്കെ പറയുന്ന പോലെ ഒരു ഗൈഡിങ് ലൈറ്റായിട്ട് നിൽക്കും. എനി ടൈം അവൻ എന്തെങ്കിലും ഒരു സംശയം വന്നു കഴിഞ്ഞാൽ റെഫർ ചെയ്യാനുള്ളൊരു ഡോക്യുമെൻ്റായി അതിനുള്ള എല്ലാ മാർഗ്ഗനിർദ്ദേശങ്ങളെല്ലാം ഈ SOPയിൽ തന്നെ ഉണ്ടാവും. ഇനി ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളും ഞാൻ തരാം. SOP ബിൽഡ് ചെയ്യുക എന്നുള്ളത് മാനുവലി ഇങ്ങനെ ടൈപ്പ് ചെയ്യേണ്ട, ഒരുപാട് സമയം ടൈപ്പ് ചെയ്യേണ്ട ഒരു സംഗതിയായിരുന്നു ഇത്രയും കാലം. AI പ്രോംപ്റ്റിങ്ങിലൂടെ നിങ്ങൾക്കിത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതിനുവേണ്ട പ്രോംപ്റ്റും ഗൈഡൻസും നിങ്ങൾക്ക് അയച്ചു തരാം. അതിനായി താഴെ പ്രോംപ്റ്റ് എന്ന് കമൻറ്റ് ചെയ്യുക.